നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല തന്നെ ബാക്കിയുള്ള പ്രോബ്ലമാണ്. പിന്നെ എന്താണ് ഇനി ചെയ്യാനുള്ളതെന്നല്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഫാക്ടർ വരുന്നത് പഠിച്ചു. പിന്നെ അതിൽ തന്നെ പവർ വരുന്നത് പഠിച്ചു, z-a⁻n വരുന്നത് പഠിച്ചു. പിന്നെ ഒന്നിൽ കൂടുതൽ ഫാക്ടർ ഡിനോമിനേറ്റർ വന്നാൽ അതെല്ലാം അകത്താണ്, നമ്മുടെ കർവിന് അകത്താണ് ആ പോയിന്റ്സ് എല്ലാം എങ്കിൽ എങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ്. അപ്പോൾ അവിടെ ഇനിയൊരു പ്രശ്നമുണ്ട്. ഈ ഒന്നിൽ കൂടുതൽ ഫാക്ടർ വരുമ്പോൾ ഒരാൾ കർവിനകത്തും ഒരാൾ കർവിന് പുറത്തും ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ ഞാൻ അതിന്റെ പ്രോബ്ലംസ് ഇതുവരെ ചെയ്തിട്ടില്ല. ഫോർമുല പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാണ്, കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഒരു 4 വീഡിയോ ആയിട്ട് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയുടെ വീഡിയോ പ്രോബ്ലംസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനി നമുക്കൊരു ടൈപ്പ് ബാക്കിയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ ഫോർമുലാസ് എല്ലാം ഒന്നുകൂടെ ഓർത്തിട്ട് ഇന്നത്തെ വീഡിയോയിലെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ എന്താ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല എന്തുവായിരുന്നു? ഇന്റഗ്രൽ ഓവർ സി f of z by, ആദ്യം നമ്മൾ പഠിക്കുന്ന ഇതാ, ഇന്റഗ്രൽ ഓവർ സി f of z by z minus a dz is equal to 2 pi I into f of a if a lies inside c. തന്നിട്ടുള്ള കർവിന് അകത്താണെങ്കിൽ 2 pi I into f of a. അപ്പോൾ if a lies outside c ആണെങ്കിലോ, കർവിന് പുറത്താണെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അടുത്ത നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്തുവാണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ, ഒരു ഫാക്ടർ അല്ല, ആ ഫാക്ടറിന് പവറും കൂടെ വരുവാണെങ്കിൽ എങ്ങനെ വരാൻ പറഞ്ഞു? ഇസെഡ് മൈനസ് എ ദ ഹോൾ പവർ എൻ ഡി ഇസെഡ് എന്ന് വരികയും അത് എ ഇൻസൈഡും ആണെങ്കിൽ 2 pi I by n minus 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ മൈനസ് 1 ഡാഷ് ഓഫ് എ ഇഫ് എ ലൈസ് ഇൻസൈഡ് സി. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇഫ് എ ലൈസ് ഔട്ട്സൈഡ് സി ആണെങ്കിലോ, കർവിന് പുറത്താണെങ്കിലോ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തായി പോവും? 0 ആയി പോവും. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ച ഫോർമുല എന്താണ്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത അങ്ങനത്തെ പ്രോബ്ലമാണ്. ഡിനോമിനേറ്ററിനകത്ത് ഒന്നിൽ കൂടുതൽ ഫാക്ടർ വരുവാണെങ്കിൽ z-a into z-b, ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്. ഇതിന് 2 ഫാക്ടർ വരാവുന്നല്ല, 2ൽ കൂടുതൽ വരാം, ഒന്നിൽ കൂടുതലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയും അവിടുത്തെ കേസ് 1 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താ? കേസ് 1 എന്ന് പറഞ്ഞ് പഠിച്ചത് ഇഫ് A and B lies inside C, തന്നിട്ടുള്ള കർവിനകത്താണെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞു? യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഏത് ഫോർമുലയാണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഒന്നുകിൽ ഈ ഫോർമുല ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരു ഫോർമുല വരും അല്ലേ. അടുത്ത് നമ്മൾ കേസ് 2 എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചത് എന്താണ്? കേസ് 2 എന്ന് പറഞ്ഞ് പഠിച്ചേക്കുന്നത് അതിൻ്റെ പ്രോബ്ലമാണ് നമ്മളിനി ചെയ്യാൻ ബാക്കിയുള്ളത്. കേസ് 2 എന്ന് പറഞ്ഞ് പഠിച്ചത് ഇഫ് ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് സപ്പോസ് ഇഫ് എ ലൈസ് ഇൻസൈഡ് ആണെന്ന് വിചാരിക്കുക ആൻഡ് രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് പറയുന്ന ആൾ ഔട്ട്സൈഡും ആണെന്ന് വിചാരിക്കുക, ലൈസ് ഔട്ട്സൈഡ് സി ആണെന്ന് വിചാരിക്കും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞു? ഞാൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ ഇൻറ്റു ഇസെഡ് മൈനസ് ബി ഡി ഇസെഡ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇന്റഗ്രൽ ഓവർ സി ഏത് പോയിന്റ് ആണോ പുറത്ത് പോയത് അയാളെ ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. അതായത് എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് ബി, ഇസെഡ് മൈനസ് ബിയിൽ നിന്നല്ലേ ഇസെഡ് ഈക്വൽ ടു ബി കിട്ടിയേ, ബി അല്ലേ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഔട്ട്സൈഡ് പോയ ആൾ ആരാണോ അയാളെ ന്യൂമറേറ്റർ കൊണ്ടുപോകുക. ദ ഹോൾ ബൈ ഇസെഡ് മൈനസ് എ, ഇസെഡ് മൈനസ് എ അവിടെ തന്നെ കിടക്കും, ഇസ് ഈക്വൽ ഇൻറ്റു ഡി ഇസെഡ്. ഓക്കെ, ഈ ന്യൂമറേറ്ററാണ് നിങ്ങളുടെ എഫ് ഓഫ് ഇസെഡ്. ഇപ്പോൾ ഈ ഫോർമുല നോക്കിക്കുക, നിങ്ങളുടെ ആദ്യത്തെ ഫോർമുല പോലെ എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് ബി, ദ ഹോൾ ബൈ ഇസെഡ് മൈനസ് എ എന്നുള്ള സ്ഥാനത്ത് ഇസെഡ് മൈനസ് എ ഒറ്റ ഫാക്ടറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? എ ലൈസ് ഇൻസൈഡ് ആയത് കാരണം ആദ്യത്തെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു കേസ് 1 കേസ് 2 എന്ന് 2 ടൈപ്പാണ്. അപ്പോൾ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ അല്ലാണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ഇങ്ങനെ ഇസെഡ് മൈനസ് ബി വരുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണെന്നുള്ള രീതിയിൽ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഈസി ആണെന്നുള്ളവർക്ക് അത് ഞാൻ രണ്ടും കാണിച്ചു തരാം. നമുക്ക് അത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമോ? നമുക്ക് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി e raised to z by z into 1 minus z the whole cube dz, where c is mod z is equal to 1 by 2, where c is mod z equal to 1 by 2. ഓക്കെ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ഇസെഡിൻ്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യുമ്പോൾ അല്ലേ, ഇസെഡ് ഇൻറ്റു 1 മൈനസ് ഇസെഡ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0യിൽ നിന്ന് ഇസെഡ് ഈക്വൽ ടു 0 എന്നും കിട്ടി, 1 മൈനസ് ഇസെഡ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 എന്നും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഇസെഡ് ഇസ് ഈക്വൽ ടു എന്താ? ഇസെഡ് ഈക്വൽ ടു 1 ആണെന്ന് വരുന്നുണ്ട്. ഇസെഡ് ഈക്വൽ ടു 0 ഇസെഡ് ഈക്വൽ ടു 1 കാണുമ്പോൾ നിങ്ങൾക്കറിയാം മോഡ് ഇസെഡ് ഈക്വൽ ടു 1 by 2 റേഡിയസിനേക്കാളും ചെറിയ ആളുണ്ട് ഇസെഡ് ഈക്വൽ ടു 0. അപ്പോൾ അയാൾ ഇൻസൈഡും ഇസെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്
പറയുന്നത് റേഡിയസിനേക്കാളും വലുതാണ്. സോ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ആണ്. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ശരിക്കും. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ലെസ് ദാൻ 1/2. therefore ഇസഡ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിന് അകത്താണ്. അടുത്ത പോയിന്റ് നോക്കാം. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അപ്പം നിങ്ങളുടെ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1 ആണ്. മോഡുലസ് ഓഫ് 1 എന്ന് പറയുന്ന 1 വിച്ച് ഈസ് എന്തുവാണ്, ഗ്രേറ്റർ ദാൻ 1/2 ആണ്. therefore ഇസഡ് ഈക്വൽ ടു 1 ലൈസ് ഔട്ട് സൈഡ് സി തന്നിട്ടുള്ള കർവിന് പുറത്താണ്. റേഡിയസ് വലുതിനേക്കാളും വലിയ വാല്യൂ വരുവാണെങ്കിൽ ഇത് പുറത്താണ്. അപ്പോൾ നമുക്ക് ഇസഡ് ഈക്വൽ ടു 0 മാത്രമേ ഇൻസൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഇതുപോലെ ഇഫ് എ ലൈസ്, രണ്ട് ഫാക്ടർ വന്നതിൽ എ ലൈസ് ഇൻസൈഡ്, ഇസഡ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ്. ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റ് എന്താ, ലൈസ് ഔട്ട് സൈഡ് ആയി. അപ്പോൾ നമ്മുടെ ഈ ഫോമുല യൂസ് ചെയ്ത് എങ്ങനെ എടുക്കേണ്ടത്, ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു 1 മൈനസ് ഇസഡ് the whole cube dz is equal to z equal to 1 ഉണ്ടായത് ഏത് ഫാക്ടറിനാണ്, 1 മൈനസ് z the whole cube നിന്ന്. അപ്പോൾ ആ ഫാക്ടറിനെയാണ് നമുക്ക് ന്യൂമറേറ്റർ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് ന്യൂമറേറ്റർ കൊണ്ടുപോയി ദ ഹോൾ ബൈ ഇസഡ് ഡി ഇസഡ്. ഓക്കെ, ഞാൻ ഈ ഫോമുല വീണ്ടും എഴുതുന്നില്ല, കാരണം ഇവിടെ തന്നെ ഫോമുല അടക്കുകയാണ്. കോഷീസ് ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്ത് ഇത് നിങ്ങളുടെ ഈ ന്യൂമറേറ്റർ ആണ് നിങ്ങളുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ ന്യൂമറേറ്റർ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇസഡ് ബൈ 1 മൈനസ് ഇസഡ് ദ ഹോൾ ക്യൂബ് എന്നുള്ളതാണ് നിങ്ങളുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ കോഷീസ് ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്തിട്ട് ഇതിൽ ഇസഡ് മൈനസ് 0 ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോമുല എങ്ങനെയാണ് വരേണ്ടത്, 2πi ഇൻറ്റു എഫ് ഓഫ് 0. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇ റൈസ് ടു 0 ബൈ 1 മൈനസ് 0 ദ ഹോൾ ക്യൂബ്. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. 1 മൈനസ് 0 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാലും 1 ആണ്. സോ 1നെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്തായി മാറി, നമുക്ക് 2πi എന്ന ആൻസറായി മാറി. അപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ചിലർക്കെങ്കിലും ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ a by z plus b by 1 minus z plus c by 1 minus z the whole square plus d by 1 minus z the whole cube എന്ന് എഴുതണം. എ ബി സി ഡിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ഈ 1 by e raised to z by z എന്ന് വരത്തില്ലേ, അതിന് മാത്രമേ നമുക്ക് 2πi ഇൻറ്റു എഫ് ഓഫ് 0 എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഡിനോമിനേറ്ററിൽ 1 മൈനസ് z 1 മൈനസ് z the whole square ഒക്കെ വരുന്ന കാരണം 1 എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഔട്ട് സൈഡ് ആണെങ്കിലുള്ള ഫോമുല 0. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകത്തില്ല, ഒരു പ്രോബ്ലം ചെയ്ത് കാണിച്ച് തരുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ലെങ്തിയാണ്. അപ്പോൾ ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പം ഞാൻ അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷനും കൂടെ ചെയ്തിട്ട് അതിങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഡി ഇസഡ് വേർ സി ഈസ് മോഡ് ഇസഡ് പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാമോ? അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, കോഷ്യസ് ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാൻ പോകുന്നത്. ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നത് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന് കിട്ടി. അതായത് ഇസഡ് സ്ക്വയർ പ്ലസ് 1നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നതിൻ്റെ അർത്ഥം, ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ എന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് ഈ കിട്ടിയതിൻ്റെ ഇത്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് പോയിൻറ്റും ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ആദ്യത്തെ പോയിന്റ് എടുത്തു. അപ്പോൾ നിങ്ങളുടെ മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഐ എന്ന് പറയുന്നതിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് ഐ കൊടുക്കുമ്പോൾ ഐ പ്ലസ് ഐ എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2i. നിങ്ങൾക്കറിയാം മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തന്നെ റൂട്ട് ഓഫ് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതണേ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. ഈ ഫോമുല വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, √4 എന്നാണ് വരേണ്ടത്. √4 എന്ന് പറഞ്ഞാൽ എന്താ, 2 ആണ്. ഈ 2 എന്ന് പറയുന്നത് 1നേക്കാളും എന്താണ്, വലുതാണ്. 2 ഗ്രേറ്റർ ദാൻ 1 ആണ്. therefore അറ്റ് എന്തുവാ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന പോയിന്റ്, ഇസഡ് ഇസ് ഈക്വൽ ടു ഐ ലൈസ് ഔട്ട് സൈഡ് സി തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ നോക്കുവാണ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് പ്ലസ് ഐയിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് മൈനസ് ഐ കൊടുക്കുമ്പോൾ അത് മൈനസ് ഐ പ്ലസ് ഐ എന്ന് വരുന്നുണ്ട്. മൈനസ് ഐ പ്ലസ് ഐ വരുമ്പോൾ എന്താ പറയണേ, മോഡുലസ് ഓഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. ഈ റേഡിയസിനേക്കാളും ചെറിയ വാല്യൂ കിട്ടിയത്. therefore ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ലൈസ് ഇൻസൈഡ് സി. അപ്പോൾ ഒരു പോയിന്റ് ഇൻസൈഡും ഒരു പോയിന്റ് ഔട്ട് സൈഡും. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഫോമുല എഴുതി കാണിച്ചാണ് ഒരു പോയിന്റ് ഔട്ട് സൈഡ് ഒരു പോയിന്റ് ഇൻസൈഡും വന്ന് എങ്ങനെ എഴുതാൻ പറഞ്ഞു, ഇന്റഗ്രൽ ഓവർ സി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ, ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു. ശ്രദ്ധിക്കണേ, അടുത്ത സ്റ്റെപ്പ് എന്താ, ഏത് പോയിന്റാണ് ഇൻസൈഡ് വന്നത്, ഇസഡ് മൈനസ് ഐ. ഇസഡ് മൈനസ് ഐ എവിടെ നിന്നാണ് വന്നത്, ഇസഡ്
ഇസഡ് മൈനസ് ഐയിൽ മൈനസ് ഐ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇസഡ് പ്ലസ് ഐ. അപ്പോൾ ഇസഡ് പ്ലസ് ഐനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇസഡ് മൈനസ് ഐ വരുന്നത്. ഇസഡ് മൈനസ് ഐ ആണ് ഇൻസൈഡ് ഉള്ളത്. അപ്പോൾ ഇസഡ് പ്ലസ് ഐ ഡിനോമിനേറ്റർ തന്നെ കിടന്നോട്ടെ. ഇസഡ് മൈനസ് ഐ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇസഡ് ഈക്വൽ ടു ഐ വരുന്നത്. അപ്പോൾ അയാൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് ഐ ദ ഹോൾ ബൈ ഇസഡ് പ്ലസ് ഐ ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ പോയ ആളാണ് എന്ത്, നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിയർ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് ഐ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്ത് ഫോമുല എന്തുവാണ്, ഇങ്ങനെ എഫ് ഓഫ് ഇസഡ് ബൈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് എന്ന് വന്നാൽ ഫോമുല 2πi ഇൻറ്റു എഫ് ഓഫ് എ ആണ്. ഇഫ് എ ലൈസ് ഇൻസൈഡ് സി, തന്നിട്ടുള്ള കർവിനകത്താണേൽ. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ പറയേണ്ടത്, ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതുവാണ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് പ്ലസ് ഐയിൽ നിന്ന് കിട്ടിയതാണ്. ഇസഡ് ഈക്വൽ ടു മൈനസ് ഐ ആണ് ഇൻസൈഡ്. അപ്പം എഫ് ഓഫ് മൈനസ് ഐ. അപ്പോൾ ഇവിടെ ഇസഡിന് പകരം എഫ് ഓഫ് മൈനസ് ഐ കൊടുത്താൽ ഇതെങ്ങനെയാണ് വരിക, മൈനസ് ഐ ബൈ മൈനസ് ഐ മൈനസ് ഐ. ഇസഡിൻ്റെ സ്ഥാനത്തല്ല മൈനസ് ഐ കൊടുത്തു. സോ ദിസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ മൈനസ് 2i എന്ന് വന്നു. ഈ മൈനസും മൈനസും പോയി, ഐയും ഐയും പോയിട്ട് ആൻസർ എന്താ പറയുന്നത്, 1/2. സോ ദിസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1/2. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 2 പോയി കഴിയുമ്പോൾ ആൻസർ എന്താ പറയുന്നത്, πi എന്ന് നമുക്ക് ആൻസർ വന്നു. ഈസിയാണ്. ഒരു പോയിന്റ് ഇൻസൈഡ് ഒരു പോയിന്റ് ഔട്ട് സൈഡും ആവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാനായിട്ട് തരാമേ. ടെസ്റ്റിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇൻ്റഗ്രൽ ഓവർ സി ലോഗ് ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി ഇസഡ് where c is mod z minus i equal to 1.4. എന്തായാലും z plus i into z minus i എന്നാണ് വരുന്നത്. ഇതേപോലെ തന്നെ z equal to i എന്ന് പറയുന്നത് ഔട്ട് സൈഡ് ആയിരിക്കും, z equal to minus i എന്ന് പറയുന്നത് ഇൻസൈഡ് ആയിരിക്കും. ലാസ്റ്റ് ആൻസർ എഫ് ഓഫ് z ഫൈൻഡ് ചെയ്യുമ്പോഴേ ലോഗ് ഐ എന്നൊക്കെ നിർത്തിയിരുന്നാൽ മതി. ലോഗ് ഐ എന്തുവാന്നൊക്കെ ഫൈൻഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ലോഗ് ഐ എന്തുവാന്ന് ഫൈൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് ലോഗ് ഐ എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലോഗ് മൈനസ് ഐ ആണ് വരണമെങ്കിൽ മൈനസ് ഐ ടാൻ ഇൻവേഴ്സ് എക്സ് y/x എന്ന് വരും. ലോഗ് ഐ എന്നാണ് വരണമെങ്കിൽ യൂസ് ചെയ്യേണ്ട ഫോമുല പ്ലസ് ഐ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് y/x. നമ്മളൊരു പ്രോബ്ലത്തിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അത്രയും പോകണ്ട. നിങ്ങൾ ലോഗ് ഇസഡിന് ഇസഡിൻ്റെ സ്ഥാനത്ത് ഏത് പോയിന്റ് ഇസഡ് ഈക്വൽ ടു ഐ മൈനസ് ഐനെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇസഡിൻ്റെ സ്ഥാനത്ത് മൈനസ് ഐ മാത്രം കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് പ്ലസ് 2 ഡി ഇസഡ് വെയർ സി ഈസ് മോഡ് ഇസഡ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0യിൽ നിന്ന് ഇസഡ് ഈക്വൽ ടു 1,1 അതിലേക്ക് 1 മാത്രം മതി. അതുപോലെ ഇസഡ് മൈനസ് 2നെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. ഈ 1ഉം 2ഉം ഇൻസൈഡ് ആണോ എന്ന് നോക്കേണ്ടത്. സോ ആദ്യത്തെ പോയിന്റ് അറ്റ് ഇസഡ് ഈക്വൽ ടു 1 എടുക്കുമ്പം ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന കർവ് ഇസഡ് മൈനസ് 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇസഡിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 2 എന്ന് വരും. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് മൈനസ് 1. മോഡുലസ് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് 1ൻ്റെ സ്ക്വയർ, ദറ്റ് ഈസ് റൂട്ട് 1. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എന്താ, 1 തന്നെയാണ്. ഈ 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണ്. ദെയർഫോർ ഇസഡ് ഈക്വൽ ടു 1 ലൈസ് ഇൻസൈഡ് സി, തന്നിട്ടുള്ള കർവിനകത്താണ്. ഓക്കെ, അതേപോലെ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 എടുക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2 എന്ന് പറയുന്നത് എന്തായി മാറും, മോഡുലസ് ഓഫ് 2 മൈനസ് 2 അല്ലേ. 2 മൈനസ് 2 എന്ന് പറയുന്നത് എന്തുവാണ്, 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു മിസ്റ്റേക്ക്. ക്വസ്റ്റ്യനിൽ ഇസഡ് പ്ലസ് 2 ആയിരുന്നേ, ഞാനിവിടെ എഴുതിയപ്പോൾ ഇസഡ് മൈനസ് 2 അശ്രദ്ധയായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് ഇസഡ് പ്ലസ് 2 ആക്കി. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2. മോഡ് ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് വരുമ്പോഴേക്കും മോഡുലസ് ഓഫ് മൈനസ് 4. മോഡുലസ് ഓഫ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് 4 മൈനസ് 4ൻ്റെ സ്ക്വയർ ദറ്റ് ഇസ് റൂട്ട് 16. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. ദറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 2. 2വിനേക്കാളും വലിയ വാല്യൂ ആണ്. ദെയർഫോർ ഇസഡ് ഇസ് ഈക്വൽ ടു എന്തുവാണ്, ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2 ലൈസ് ഔട്ട് സൈഡ് സി, തന്നിട്ടുള്ള കർവിന് പുറത്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞില്ല, റിയൽ വാല്യൂ ആണ് റേഡിയസിനേക്കാളും ചെറുതാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസൈഡ് ആണെന്ന് വിചാരിക്കാൻ പറ്റുന്നത്. അത് ഒരേ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. മോഡ് ഇസഡ് മൈനസ് 2 എന്ന് വരുമ്പോൾ അതങ്ങനെ എടുത്ത് ആലോചിക്കരുത്. മോഡ് ഇസഡ് ആണെങ്കിൽ സെൻറ്റർ ഒറിജിൻ വരുന്ന കേസിൽ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കേസിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ വരുന്ന കേസുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ ഇസഡ് മൈനസ് 2y ആയിരുന്നെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 2i ആ വരിക. അങ്ങനെ ഇവിടെ 1 മൈനസ് 2i എന്ന് മോഡുലസിനകത്ത് വന്നാൽ അതെങ്ങനെ എഴുതേണ്ടത്, റൂട്ട് ഓഫ് 1 സ്ക്വയർ
പ്ലസ് 2 സ്ക്വയർ ദറ്റ് ഈസ് 4 അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലത്തെ ഫംഗ്ഷൻസ് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇങ്ങനെ എടുത്ത് പറയും, എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യിക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഔട്ട് സൈഡ് ഇസഡ് ഈക്വൽ ടു -2 വന്നത്, അതായത് ഇസഡ് പ്ലസ് 2 എന്നുള്ളത് ഔട്ട് സൈഡ്, ബാക്കി എന്താ ഇസഡ് -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ പോയിന്റ് ഇൻസൈഡ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രലിന് എങ്ങനെ ചെയ്യണം? ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് -1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് പ്ലസ് 2 ഡി ഇസഡിനകത്ത് ആരാണോ പുറത്തു പോയത് അയാളെ നമ്മൾ അങ്ങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ ഇസഡ് സ്ക്വയർ ബൈ പുറത്ത് പോയത് ഇസഡ് ഈക്വൽ ടു -2 അത് നമുക്ക് കിട്ടിയത് ഇസഡ് പ്ലസ് 2 നിന്നാണ്. അപ്പോൾ അയാളെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇസഡ് പ്ലസ് 2 എന്ന് വരും. ദ ഹോൾ ബൈ ഇസഡ് -1 ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് പ്ലസ് 2 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂമറേറ്ററായി മാറിയത്. ഇനി നമ്മൾ ഇന്ന് ആദ്യം എഴുതിയ ഫോമുല ഓർമ്മിക്കുന്നുണ്ടോ? ഡിനോമിനേറ്ററിൽ പവർ വന്ന് നമ്മളൊരു ഫോമുല പഠിച്ചല്ലോ, എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ പവർ എൻ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ബൈ n minus 1 factorial into f n minus 1 dash of a if a lies inside c. ഇത് കുറേ നാൾ കൊണ്ട് പറയുന്നതല്ലേ, നമുക്ക് ഫോമുല അറിയാം, എപ്പോഴെപ്പോഴും എഴുതണ്ടെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ എത്ര പ്രാവശ്യം കൂടുതൽ കേൾക്കും അപ്പോൾ അത്രയും നമ്മുടെ മനസ്സിലേക്ക് അതങ്ങ് വന്നോളും. ഇവിടെ z-1 ദ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫോമുല ചെയ്തത്. പവർ വന്നു, ഇവിടുത്തെ n ഈക്വൽ ടു 2 ആണ്. സോ ഈ ഫോമുല ഇസ് ഈക്വൽ ടു എന്തുവാ? ഈ ഫോമുല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം അവിടെ എഴുതി വെച്ചതാണ്. ഇതിൻ്റെ ബാക്കി ഇത് ഇവിടെ എഴുതാൻ പോകുന്നതേ. ദിസ് ഇസ് ഈക്വൽ ടു 2πi ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പോൾ 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ. എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളിവിടെ? എ ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1. എനിക്ക് എഫ് ഡാഷ് ഓഫ് 1 കൂടെ കിട്ടിയാലേ ആൻസർ ആവത്തുള്ളൂ. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്താ? എൻ്റെ ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് പ്ലസ് 2. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇസഡ് ഉണ്ട്. അടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഇസഡ് പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z minus numerator into that is z square into derivative of denominator z plus 2 into derivative 1 the whole by denominator square that is z plus 2 the whole square. ഒരിക്കൽ കൂടെ പറയാം, denominator into derivative of numerator minus numerator into derivative of denominator the whole by denominator square. എനിക്കിവിടെ ആവശ്യം എഫ് ഡാഷ് ഓഫ് 1 ആണ്. എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇസഡിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പം 1 പ്ലസ് 2 എന്ത് വരുന്നുണ്ട്? അത് 3 ഇൻറ്റു 2. ഓക്കെ, മൈനസ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ അത് 1 ദ ഹോൾ ബൈ ഇസഡ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ദറ്റ് ഇസ് 3 സ്ക്വയർ. 3 ഇൻറ്റു 2 എന്തുവാ? 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്തുവാണ്? 5 ബൈ 9 എന്നാണ് പറയുന്നത്. അത് നമുക്കിവിടെ മോളിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1 ഫാക്ടോറിയൽ 1 ആയതുകൊണ്ട് എഴുതണ്ടല്ലോ ഇൻറ്റു 5 ബൈ 9. 5 ബൈ 9 വരുമ്പോൾ ഇതെങ്ങനെ വരും? 10πi ബൈ 9 ആണ് ആൻസർ. ഓക്കെ, ആൻസർ ആയല്ലോ പെട്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലമാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 3z മൈനസ് 1 ബൈ ഇസഡ് ക്യൂബ് മൈനസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് വേർ സി ഈസ് മോഡ് ഇസഡ് ഈക്വൽ ടു 2. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഒരു പാർട്ടൂടെ ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ലാസ്റ്റ് ടൈം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 3z മൈനസ് 1 ബൈ ഇസഡ് ക്യൂബ് മൈനസ് ഇസഡ് ഇൻറ്റു ഡി ഇസഡ് വെൻ സി ഈസ് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ സപ്പോസ് നമ്മളിതുപോലെ സ്റ്റെപ്സ് എല്ലാം എഴുതി ഒരാൾ അകത്ത് 2 പേര് ഇവിടെ എന്തുവാ ഈ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/2 വരുമ്പോൾ ഒരാൾ ഇൻസൈഡും ഒരാൾ ഔട്ട് സൈഡും. അപ്പോൾ ആ കേസൊക്കെ ഞാൻ എഴുതാൻ പോവാണ്. എനിക്ക് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ പാർട്ട് മാത്രം ഞാൻ ചെയ്യത്തില്ല. നമുക്ക് സാധാരണ രീതിയിൽ ആദ്യം ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാവേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ഈ 2 ക്വസ്റ്റിനും എ ബി എന്ന് പറഞ്ഞ് കിടക്കുന്ന ക്വസ്റ്റിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം ഇസഡ് ക്യൂബ് മൈനസ് ഇസഡ് ഈക്വൽ ടു 0നെ ഇസഡ് ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 എന്നും ഇസഡ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇസഡ് ഈക്വൽ ടു 1, -1 എന്നും കിട്ടി. അപ്പോൾ എന്തൊക്കെ വാല്യൂ കിട്ടി? ഇസഡ് ഈക്വൽ ടു 0 കിട്ടി, -1ഉം 1ഉം കിട്ടി. ഇനി ഇതിൽ ഏതൊക്കെ പോയിന്റ് ഇൻസൈഡ് വരിക? അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോഡ് ഇസഡ് എന്ന് പറയുന്ന മോഡുലസ് ഓഫ് 0 ആണ്. മോഡുലസ് ഓഫ് 0 ആണ്. ദറ്റ് ഈസ് ലെസ് ദാൻ 1/2. അപ്പോൾ അതെന്താ? ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിന് അകത്താണ്. അപ്പോൾ അതേപോലെ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1 ദറ്റ് ഈസ് റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ ദറ്റ് ഈസ് 1 ആൻഡ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ്. 1/2നെക്കാളും ഗ്രേറ്റർ ആണ്. ദെയർഫോർ പോയിന്റ് എവിടെ നിൽക്കുന്ന ഔട്ട്സൈഡ് സി ആണ്. എടുത്ത് നോക്കിക്കേ,
at z is equal to 1, z equal to 1 കൊടുക്കുമ്പോൾ mod z is equal to modulus of 1, that is equal to 1 തന്നെ, that is also greater than 1/2. അപ്പോൾ അതും ഔട്ട്സൈഡ് ആണ്. സോ ഏതൊക്കെ ഔട്ട്സൈഡ് വന്ന് z minus 1 into z plus 1 or z square minus 1 എന്നുള്ള ആൾ ഔട്ട്സൈഡ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളെ വേണമെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ c 3z minus 1 by z into ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്, z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 dz എന്നാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെ വേണമെങ്കിൽ തന്നെ ഇൻ്റഗ്രൽ ഓവർ c 3z മൈനസ് 1 ബൈ z ഇൻറ്റു ഈ z മൈനസ് 1 z പ്ലസ് 1 ഔട്ട്സൈഡ്, അപ്പോൾ അയാളെ വേണമെങ്കിൽ നമുക്ക് z സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആരാണോ ഔട്ട്സൈഡ് പോകാൻ കാരണം അയാളെ നമ്മൾ എപ്പോഴും ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. സോ 3z മൈനസ് 1 ബൈ z സ്ക്വയർ മൈനസ് 1 ന്യൂമറേറ്റർ കൊണ്ടുപോയി ദ ഹോൾ ബൈ z dz. നമ്മുടെ സാധാരണ ഫോമുല അനുസരിച്ച് 2πi ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് എഴുതാം. ഇവിടുത്തെ എഫ് ഓഫ് z എന്തുവാണ്, 3z മൈനസ് 1 ബൈ z സ്ക്വയർ മൈനസ് 1. സോ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 ബൈ 3 മൈനസ് 1 അല്ല 0 മൈനസ് 1 ബൈ 0 മൈനസ് 1, ദറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി, നമുക്ക് 2πi എന്ന് ആൻസർ കിട്ടി. കഴിഞ്ഞു. ഇങ്ങനെ അല്ലാണ്ട് ഈ പ്രോബ്ലം വേറൊരു രീതിയിലും ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ഈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 ഇല്ലേ, അയാൾ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിലും ചിലർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. അത് കുറച്ച് ലെങ്തിയാണ്, ഈ മെത്തേഡ് വേണമെന്നല്ല. ഈ ഔട്ട്സൈഡ് വന്ന് അയാൾ ന്യൂമറേറ്റർ കൊണ്ടുപോയിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് എപ്പോഴും ഈസിയേ. ഓക്കെ, അപ്പോൾ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് a ബൈ z പ്ലസ് b ബൈ z പ്ലസ് 1 ബൈ c ബൈ z മൈനസ് 1. കഴിഞ്ഞ വീഡിയോയിൽ ഇത് സോൾവ് ചെയ്തിരിക്കുന്ന അറിഞ്ഞിടാത്തവർ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, 1 ബൈ z ഇൻറ്റു z മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ z പ്ലസ് 1 ബൈ 2 ബൈ z പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ബൈ z മൈനസ് 1 എന്ന് വന്നു. അപ്പോൾ നമ്മൾ തന്നെ ഇതേപോലെ ഇൻ്റഗ്രലിൻ്റെ സിമ്പിളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, സെയിം സ്റ്റെപ്പ് ഞാൻ എടുത്ത് എഴുതുവാണ്. ഇൻ്റഗ്രൽ ഓവർ c 3z മൈനസ് 1 dz എല്ലായിടത്തും വരും. ബാക്കി ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. നിങ്ങളുടെ എന്തുമായിരുന്നു, z ക്യൂബ് മൈനസ് z dz. ഇപ്പുറത്താണെങ്കിൽ അതെല്ലാം മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻ്റഗ്രൽ ഓവർ c 3z മൈനസ് 1 ബൈ z dz എന്നും അടുത്ത സ്റ്റെപ്പിൽ അതുപോലെ 1/2 അങ്ങ് പുറത്തേക്ക് എടുക്കാം. പ്ലസ് 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ c 3z മൈനസ് 1 ബൈ z പ്ലസ് 1 dz. അടുത്ത സ്റ്റെപ്പിനകത്താണെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 1/2 നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി ഇൻ്റഗ്രൽ ഓവർ c 3z മൈനസ് 1 ബൈ z മൈനസ് 1 dz എന്ന് വരും. ഇനി ഇവിടെ കോഷ്യസ് ഇൻ്റഗ്രൽ ഫോമിൽ ഇതിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എഴുതി നിർത്തിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തേൽ z ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ z ഈക്വൽ ടു 0 ഇൻസൈഡ് ആണ്. സോ അതിന് നമ്മൾ ഏത് ഫോമിൽ എടുക്കും, അവിടെ മൈനസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് 0 എന്ന് കൊടുത്തു. ബാക്കി നോക്കിക്കേ, z പ്ലസ് 1 നിന്നാണ് z ഈക്വൽ ടു മൈനസ് 1 കിട്ടുന്നത്. അത് ഔട്ട്സൈഡ് ആണ്. ഇൻ്റഗ്രലിൻ്റെ പുറത്താണ് വരണമെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0. ഇവിടെ z മൈനസ് 1 നിന്നാണ് z ഈക്വൽ ടു 1 വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0. ഇനി എഫ് ഓഫ് z എന്ന് പറഞ്ഞ ഈ കേസിൽ എന്തുവാണ്, 3z മൈനസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 കൊടുക്കുമ്പോഴേക്കും മൈനസ് 1 എന്നാണ് കിട്ടുന്നത്. ആ മൈനസ് 1 ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ 2πi ഇൻറ്റു മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2πi എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയും നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതുപോലെ ആയിരിക്കും മിക്ക പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. അപ്പം ഇത് കുറച്ചുകൂടി ഈസി എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. കാരണം പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഇതിപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ കണ്ടോ, പാർഷ്യൽ ഫ്രാക്ഷൻ വെറുതെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ പ്രോഡക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ ഔട്ട്സൈഡ് ഉള്ള പോയിന്റ്സ് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അവരെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് ഇൻസൈഡ് ഉള്ള ആൾക്കാരെ മാത്രം താഴെ നിർത്തിയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കാണാം. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് തെറ്റാന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളേ. ഇവാലുവേറ്റ് integral over c 4 minus 3z by z into z minus 1 into z minus 2 dz, where c is
mod z is equal to 3/2 where c is mod z is equal to 3/2. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. mod z equal to 3/2 എന്ന് പറഞ്ഞാൽ എന്തുവാണ് 1.5 ആണ്. അപ്പോൾ 1.5 റേഡിയസിനകത്ത് തന്നെ z equal to 0യും 1ഉം അകത്ത് വരും, z equal to 2 പുറത്ത് z equal to 2 പുറത്ത് പോകും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. എന്തായാലും ഡിനോമിനേറ്റർ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ z ഈക്വൽ ടു 0, z ഈക്വൽ ടു 1 ആൻഡ് z ഈക്വൽ ടു 2 എന്ന് കിട്ടി പോയിൻറ്റ്സ് അല്ലേ. അതിൽ at z is equal to 0 എന്ന് എടുക്കുമ്പം നിങ്ങൾ മോഡുലസ് ഓഫ് z കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് 0 ആണ്, ലെസ് ദാൻ 3/2. therefore lies inside C തന്നിട്ടുള്ള കർവിനകത്താണ്. ഓക്കെ, അടുത്ത പോയിന്റ് z is equal to 1 കൊടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് z is equal to മോഡുലസ് ഓഫ് 1. മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ദറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 3/2. അപ്പോൾ അതും എന്ത് തന്നെയാണ് ലൈസ് ഇൻസൈഡ് C തന്നിട്ടുള്ള കർവിനകത്താണ്. അടുത്ത പോയിന്റ് അറ്റ് z is equal to 2 കൊടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 2 ആണ്. മോഡുലസ് ഓഫ് 2 √4 ആണ്. √4 തന്നെ 2 ആണ്. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1.5 ഓർ ഗ്രേറ്റർ ദാൻ 3/2. അപ്പോൾ അത് മാത്രം എന്തുവാണ് ലൈസ് ഔട്ട്സൈഡ് C തന്നിട്ടുള്ള കർവിന് പുറത്താണ്. 2 പോയിന്റ് ഇൻസൈഡും 1 പോയിന്റ് ഔട്ട്സൈഡും. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ C 4 - 3z ബൈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 dz ഇസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞതനുസരിച്ച് എന്താ ഔട്ട്സൈഡ് പോകുന്ന ആൾക്കാർ ന്യൂമറേറ്റർ കൊണ്ടുപോകണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ C 4 - 3z ബൈ ഇവിടെ ഔട്ട്സൈഡ് വന്നത് z മൈനസ് 2 ആണ്. സോ z മൈനസ് 2നെ ഞാനങ്ങ് ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി. ദ ഹോൾ ബൈ ഡിനോമിനേറ്ററിൽ ബാക്കി എന്തുണ്ട് z ഇൻറ്റു z മൈനസ് 1 dz. കഥ തീർന്നില്ല. അങ്ങനെ ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടർ വന്നാൽ ആ 2 പോയിന്റും കർവിനകത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പാർഷ്യൽ ഫ്രാക്ഷൻ കോഷീസ് ഇന്റഗ്രലിൻ്റെ കേസിലെടുക്കും, നമ്മൾ ന്യൂമറേറ്റർ നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുന്നത്? 1/z ഇൻറ്റു z മൈനസ് 1 ഇസ് ഈക്വൽ ടു a/z പ്ലസ് b/z മൈനസ് 1. ക്രോസ് മൾട്ടിപ്ലൈ ആട്ടെ. 1 ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ z ഉണ്ട്, ഇവിടുത്തെ z പോയിട്ട് ബാക്കിയുള്ളത് എയുടെ കൂടെ വരുന്നത് a ഇൻറ്റു z മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു ഇവിടെ z മൈനസ് 1 ഉണ്ട്, ഇവിടുത്തെ z മൈനസ് 1 പോയിട്ട് ബാക്കി വരുന്നത് bz. അപ്പോൾ നോക്കിക്കേ, പുട്ട് z ഇസ് ഈക്വൽ ടു 1. z 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 ആവുന്നുണ്ട്. സോ 1 ഇസ് ഈക്വൽ ടു b. ഓക്കെ, അടുത്ത z 0 കൊടുത്താൽ പുട്ട് z ഇസ് ഈക്വൽ ടു 0. z 0 കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും? 1 ഇസ് ഈക്വൽ ടു a ഇൻറ്റു മൈനസ് 1. a ഇൻറ്റു മൈനസ് 1 എന്ന് വരും, ഓർ a ഈക്വൽ ടു മൈനസ് 1. ഓക്കെ, therefore 1/z ഇൻറ്റു z മൈനസ് 1 എന്നുള്ളത് എയുടെ സ്ഥാനത്ത് -1 വന്നു. സോ -1/z എന്നും ബിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താ വന്നത്? 1 തന്നെയാണ്. സോ 1/z മൈനസ് 1 എന്നും വന്നു. നമ്മുടെ ഈ ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, അപ്പോൾ ഇൻ്റഗ്രൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C 4 - 3z ബൈ z മൈനസ് 2 ബൈ z ഇൻറ്റു z മൈനസ് 1 dz ഇസ് ഈക്വൽ ടു ആണ് സ്പ്ലിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇൻ്റഗ്രലിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ഇൻ്റഗ്രൽ ഓവർ C ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു, ഫ്രണ്ട് ഇട്ടു. പുറത്ത് 4 - 3z ബൈ z മൈനസ് 2 dz. ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നത് ഈ ടേമിൽ z പ്ലസ് അടുത്തതിൽ ഇൻ്റഗ്രൽ ഓവർ C ന്യൂമറേറ്ററിൽ 1 ആവുള്ള 1ൻ്റെ കൂടെ വരേണ്ടത് 4 - 3z ബൈ z മൈനസ് 2 ന്യൂമറേറ്റർ വന്നു. ഡിനോമിനേറ്ററിൽ z മൈനസ് 1 dz. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പോയിൻറ്റും ഇൻസൈഡ് ആണ്. അപ്പോൾ ആദ്യത്തേതിനകത്ത് 2πi ഇൻറ്റു f(0), രണ്ടാമത്തേതിനകത്ത് എന്താ വരേണ്ടത്? 2πi ഇൻറ്റു f(1). അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കണ്ടേ? f(z) എന്ന് പറഞ്ഞാൽ എന്താ? f(z) ഇപ്പോഴത്തെ ന്യൂമറേറ്റർ 4 - 3z ബൈ z മൈനസ് 2 ആണ്. അപ്പോൾ f(0) എന്ന് പറഞ്ഞാൽ 4/-2, കാരണം 4 - 0 ബൈ 0 - 2 വിച്ച് ഈസ് ഈക്വൽ ടു -2 എന്ന് വന്നു. അതുപോലെ f(1) എന്ന് പറഞ്ഞാൽ 4 - 3/1 - 2. 4 - 3 എന്തുവാണ്? 1 ആണ്. 1/-1 എന്ന് പറയുമ്പോഴേക്കും അത് -1 ആവുകയാണ്. സോ ദിസ് ഈക്വൽ ടു -2πi ഇൻറ്റു f(0) എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് 2πi ഇൻറ്റു f(1) എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -2πiയും -2 കൂടാതെ 4πi - 2πi, ആൻസർ 2πi എന്ന് വന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ടൈപ്പിൽ ചോദിക്കാൻ പറ്റുമോ അങ്ങനത്തെ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇതേപോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് കാരണം നമുക്കിനി ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെ കണ്ടു പോകാതിരിക്കുക, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. നോട്ട് എങ്ങനെ എന്തെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ പ്രോബ്ലംസ് പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് തനിയെ ചെയ്ത് നോക്കാം. അപ്പോഴേ നിങ്ങൾക്ക് എവിടെയാണ് ഈ പ്രോബ്ലത്തിന് പ്രശ്നം വരിക എന്ന് മനസ്സിലാകത്തുള്ളൂ.
ഇതിനടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിന് മെയ് 2019 സപ്ലിമെൻ്ററി എക്സാമിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ ഇതേ സിലബസ് പഠിക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല, അവർക്ക് S3 തന്നെ പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരുടെ സിലബസിന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ട ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് അത് തനിയെ സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഡിനോമിനേറ്ററിനെ ആദ്യം 0ക്ക് ഇക്വേറ്റ് ചെയ്തു. Z² + 4 × Z - 1 the whole square = 0. അപ്പോൾ ഇവിടുന്ന് Z² + 4 = 0 എന്നും കിട്ടി. Z - 1 the whole square = 0 എന്നും കിട്ടി. Z² + 4 = 0 എന്ന് പറയുമ്പം Z² = -4 ആണ്. Z = ± 2y. Z - 1 the whole square = 0 ൽ നിന്ന് Z = 1. ഇതിനകത്ത് ഏതൊക്കെ പോയിൻ്റാണ് ഇൻസൈഡ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം at Z = 1 എടുക്കാം. നിങ്ങളുടെ മോഡുലസ് ഓഫ് Z - 1 എന്ന് പറയുന്നത് Z സ്ഥാനത്ത് 1 കൊടുക്കുമ്പം 1 - 1 എന്ന് വരും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 0 ആണ്. ദാറ്റ് ഈസ് 0 which is less than the radius ആണ്. സോ Z = 1 ലൈസ് ഇൻസൈഡ് C തന്നിട്ടുള്ള കർവിനകത്താണ് അല്ലേ. അടുത്ത പോയിന്റ് at Z = 2i എടുത്തു വിചാരിച്ചോളൂ. അപ്പോൾ മോഡുലസ് ഓഫ് Z - 1 = മോഡുലസ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് 2i - 1. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഓർമ്മയുണ്ടല്ലോ, മോഡുലസ് ഓഫ് x + iy എന്ന് പറഞ്ഞാൽ എന്താണ്? √(x² + y²). അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് -1 ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1. 2 ആണ് ഇമാജിനറി പാർട്ട് 2y. അപ്പോൾ അതിൽ y എന്ന് പറഞ്ഞാൽ 2, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 which is equal to √5. √5 എന്ന് പറഞ്ഞാൽ 2 point something അല്ലേ, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2, 2-നേക്കാളും വലുതാണ് അല്ലേ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ അതെന്താണ്? Z = 2i ലൈസ് ഔട്ട്സൈഡ് C തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. at Z = -2y. അപ്പോൾ നിങ്ങളുടെ മോഡുലസ് ഓഫ് Z - 1 = മോഡുലസ് ഓഫ് -2i - 1 which is equal to √(-1)ൻ്റെ സ്ക്വയർ 1 ആണ്. -2iൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു √5. √5 എന്ന് പറയുന്നത് എന്താണ്? √5 എന്ന് പറഞ്ഞാൽ 2 point something ആണ്, which is greater than 2. therefore Z = -2i lies outside C തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് കർവിൻ്റെ പുറത്ത്. അപ്പോൾ Z + 2iയും Z - 2i ഉണ്ടായത് ഇവിടുന്ന് Z² + 4 = 0. Z² + 4 എന്ന് പറയുന്ന സംഭവം നമുക്കപ്പം പുറത്താണെന്നുള്ളതുകൊണ്ട് ഇൻ്റഗ്രലിന് എങ്ങനെ എഴുതാം? (C e⁻Z by Z² + 4 × Z - 1 the whole square dz-നെ (C e⁻Z by Z² + 4 ന്യൂമറേറ്റർ കൊടുത്തു. ദ ഹോൾ ബൈ ഡിനോമിനേറ്ററിലുള്ള ആളാരാ? Z - 1 the whole square dz. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ f(z) എന്ന് പറയുന്ന ഇയാളാണ്. നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ പവർ ഉള്ളത് കൊണ്ട് തന്നെ 2πi/n-1 ഫാക്ടോറിയൽ, ദറ്റ് ഈസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു f' ഓഫ് എന്തുവാ വരണ്ടേ? Z = 1 അല്ലേ. അപ്പോൾ f'(1) ഇതിൻ്റെ ആൻസർ നമുക്ക് വേണ്ടേ. നമ്മുടെ കയ്യിൽ f(z) എന്താ ഉള്ളത്? f(z) = e⁻Z by Z² + 4. എനിക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. f'(z) എന്ന് പറയുമ്പോൾ എന്താ? കോഷ്യൻ്റ് റൂൾ ഓർമ്മയുണ്ടല്ലോ. കോഷ്യൻ്റ് റൂൾ ഡിനോമിനേറ്റർ Z² + 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ e⁻Z ഡെറിവേറ്റീവ് e⁻Z തന്നെ മൈനസ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് e⁻Z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ Z² + 4 Z² ഡെറിവേറ്റീവ് 2Z. the whole by denominator square, that is Z² + 4 the whole square. നമുക്ക് വേണ്ടത് എന്താണ്? f'(1). Z ന് 1 കൊടുക്കുമ്പം 1 + 4 എന്ന് പറഞ്ഞാൽ എന്താ? 5e⁻Z minus 2 × 1 -2e⁻Z by 1 + 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 the whole square അല്ലേ. 5 the whole square എന്ന് പറയുമ്പോഴേക്ക് എന്താ പറയുന്നത്? 25. സോ ദിസ് ഈക്വൽ ടു 5e⁻Z -2e⁻Z കൂടെ 3e⁻Z അല്ല, ഇസഡിന് 1 വരുമ്പോൾ e മാത്രമേ വരത്തുള്ളൂ. 3e/25 എന്ന് വരും. ഇസഡിൻ്റെ സ്ഥാനത്ത് 1 വന്നു. 1 + 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ൻ്റെ സ്ക്വയർ ആണ് 25 എന്ന് എഴുതിയത്. അപ്പോൾ എൻ്റെ f'(1) കിട്ടിയല്ലോ. സോ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2πi × 3e/25 or this is equal to 6πei/25 ആൻസർ. ഇത് പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ മതി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. പിന്നെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടില്ലായിരുന്നു. (C sin π Z² + cos π Z² by
ഇസെറ്റ് മൈനസ് 1 ഇൻറ്റു ഇസെറ്റ് മൈനസ് 2 എന്നാണോ ഇസെറ്റ് മൈനസ് 3 എന്നാണോ ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വേർ സി ഈസ് മോഡ് ഇസെറ്റ് ഈക്വൽ ടു 3 ആണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നോക്കിയപ്പം മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ മോഡ് ഇസെറ്റ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ എന്താ, പൈ ഈസ് 3.14. അപ്പോൾ ഈ കറിലെ 2 പോയിന്റും ഇൻസൈഡ് ആണ്. നമ്മളിപ്പോൾ ഇത് ചെയ്ത ക്ലാസ് നമ്മളിവിടെ തന്നെ ചെയ്ത പ്രോബ്ലമാണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാനേ ഉള്ളൂ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ വെച്ച് തന്നെ കണ്ടോ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറൊരു പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ മാത്രം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. യൂസ് കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല. ഞാൻ ഫുൾ എഴുതാൻ പഠിച്ചിട്ടാണ് കേട്ടോ CIF എന്ന് മാത്രം ചെയ്തത്. കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല ടു ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ C ഇസെറ്റ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെറ്റ് മൈനസ് 1 dz. ഓക്കെ, ഇസെറ്റ് സ്ക്വയർ മൈനസ് 1 dz ആണ്. അറൗണ്ട് ദ സർക്കിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ് ഇസെറ്റ് മൈനസ് 1 ഈക്വൽ ടു 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് ഓഫ് ഇസെറ്റ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇസെറ്റ് സ്ക്വയർ മൈനസ് 1 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 എന്നും മൈനസ് 1 കിട്ടും. കാരണം അത് ഇസെറ്റ് മൈനസ് 1 ഇൻറ്റു ഇസെറ്റ് പ്ലസ് 1 എന്നല്ലേ നമ്മൾ എഴുതാം. അപ്പോൾ ഇസെറ്റ് ഈക്വൽ ടു 1 എന്നും മൈനസ് 1 എന്നും കിട്ടും. ഈ ഫസ്റ്റ് കർവിൽ നോക്കുമ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരുന്നത്, അത് ഇൻസൈഡാന്ന് വരും. മൈനസ് 1 കൊടുക്കുമ്പോൾ -2 എന്നാണ് വരുന്നത്. ദാറ്റ് ഇസ് √4 ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ 1. അപ്പം -1 ഔട്ട് സൈഡ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇസെറ്റ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസെറ്റ് മൈനസ് 1 കിട്ടാൻ കാരണമായി ഇസെറ്റ് പ്ലസ് 1 ന്യൂമറേറ്ററിലോട്ട് പോകും. അപ്പം നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡ് ഇവിടെ വേണ്ടി വരും. രണ്ടാമത്തെ കേസിൽ അങ്ങനെ 1 കൊടുക്കുമ്പം അത് ഔട്ട് സൈഡാണ്. ഇസെറ്റ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോഴാണ് ഇൻസൈഡ് വരുന്നത്. നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. യൂസ് കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല. യൂസ് കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല ഫോർ ഇൻറ്റഗ്രൽ ഓവർ C ഇസെറ്റ് പ്ലസ് 1 ബൈ ഇസെറ്റ് റൈസ് ടു 4 പ്ലസ് 2i ഇസെറ്റ് ക്യൂബ് dz വേർ C ഈസ് മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, എളുപ്പമാണ്. ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ ഇസെറ്റ് റൈസ് ടു 4 പ്ലസ് 2i ഇൻറ്റു ഇസെറ്റ് ക്യൂബ് എന്നല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെറ്റ് ക്യൂബ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇസെറ്റ് പ്ലസ് 2i ഇസ് ഈക്വൽ ടു 0. ഇസെറ്റ് ഈക്വൽ ടു 0 എന്നും കിട്ടും. ഇസെറ്റ് പ്ലസ് 2i ഈക്വൽ ടു 0യിൽ നിന്ന് ഇസെറ്റ് ഇസ് ഈക്വൽ ടു -2i എന്നും കിട്ടുന്നുണ്ട്. ഇസെറ്റ് ഈക്വൽ ടു 0 ലൈസ് ഇൻസൈഡ് ആണ്. ഇസെറ്റ് ഈക്വൽ ടു -2i ലൈസ് ഔട്ട് സൈഡ് ആണ്. അപ്പം ഈ ഇസെറ്റ് പ്ലസ് 2i എന്ന് പറയുന്ന ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ ഓവർ C ഇസെറ്റ് പ്ലസ് 1 ബൈ ഇസെറ്റ് പ്ലസ് 2i ന്യൂമറേറ്ററിലേക്ക് പോകും. ഡിനോമിനേറ്ററിനകത്ത് ഇസെറ്റ് ക്യൂബ് dz വരുന്നുണ്ട്. അപ്പോൾ ഫോമുല അനുസരിച്ച് ഓർമ്മയുണ്ടോ, 2πi ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു f ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് വരും. ഈ ഇസെറ്റ് പ്ലസ് i ബൈ ഇസെറ്റ് പ്ലസ് 2iനെ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഫുൾ പറയുന്നില്ല, ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നില്ല. 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോഷ്യന്റ് റൂളാണ്. ആദ്യത്തെ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോഷ്യന്റ് റൂൾ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ വർഷത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതെല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഞാൻ ഈ നോക്കുന്നത്. അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ C 5z പ്ലസ് 7 ബൈ ഇസെറ്റ് സ്ക്വയർ പ്ലസ് 2z മൈനസ് 3 dz where C is mod z minus 2 is equal to 2. ഈ z square plus 2z minus 3 equal to 0 കാൽക്കുലേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ -3 ആഡ് ചെയ്യുമ്പോൾ 2 വരുന്നത് z plus 3 ഇൻറ്റു z മൈനസ് 1 വരുമ്പോഴാണ്. അപ്പോൾ 3 ഇൻറ്റു -1 -3 വന്നു, 3 പ്ലസ് -1 2 വന്നു. അപ്പോൾ ഇസെറ്റിൻ്റെ വാല്യൂ നമുക്കിവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, -3 വരുന്നുണ്ട്, ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 വരുന്നുണ്ട്. ഇസെറ്റ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ -1 ആണ് വരുന്നത്, അത് ലെസ് ദാൻ റേഡിയസ് ആയിട്ട് തന്നെ കിട്ടും. ഇസെറ്റ് ഈക്വൽ ടു -3 കൊടുക്കുമ്പോൾ -5 വരും. -5 നിന്ന് √25 ഈക്വൽ ടു 5 ആണ്, ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ ഈക്വൽ ടു C 5z പ്ലസ് 7 ബൈ ഇസെറ്റ് മൈനസ് 3 അല്ലേ ഔട്ട് സൈഡ് വരുന്നത്. അപ്പോൾ അതിന് കാരണമായ ഇസെറ്റ് പ്ലസ് 3 ന്യൂമറേറ്ററിലേക്ക് പോവും. ഇസെറ്റ് മൈനസ് 1 ഇസെറ്റ് ഈക്വൽ ടു 1 മീൻസ് ഇസെറ്റ് മൈനസ് 1 നിന്നാണ് കിട്ടുന്നത്. ഇസെറ്റ് മൈനസ് 1 ഡിനോമിനേറ്റർ വരും. ഈ 2 ക്വസ്റ്റിനും ഒരേ പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ രണ്ടും ആലോചിച്ച് കോഷീസ് ഇൻറ്റഗ്രൽ ഫോമുല എന്ന് പറഞ്ഞ് 2 ക്വസ്റ്റിനും ഒരു പ്രാവശ്യം ചോദിച്ചേക്കാണ്. അപ്പം രണ്ടും ഒരേ ടൈപ്പ് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ആവശ്യമുള്ള ഹിൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ.